നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ വ്യക്തിത്വത്തെ എങ്ങനെ വികസിപ്പിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഇത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ളതും വ്യക്തമായ ചിന്തയുള്ളതും ആളുകളോട് നന്നായി ഇടപെടാൻ കഴിയുന്ന ഒരാളാക്കി മാറ്റുക എന്ന പ്രക്രിയയാണ് നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന വാക്കുകൊണ്ട് നമുക്ക് പറയാം. ഇത് സ്ലോലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തികളിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇവയെ ഈസി ആയിട്ട് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സുകളാണ്. അപ്പോൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് അവെയർനെസ് ആണ്. സ്വയം തിരിച്ചറിയൽ എന്നുള്ള ബോധത്തെക്കുറിച്ചിട്ടാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ വീക്ക്നെസ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്ത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾ ക്ലിയർ ആക്കുക. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. സ്ലോലി ആൻഡ് ക്ലിയർലി സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുക. മിററിൽ നോക്കി പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ നമ്മൾ സംസാരിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നോക്കുക. അടുത്ത നല്ല ലിസണിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ചെറിയ ഗോൾസ് സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. നെഗറ്റീവ് തോട്ട്സിനെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ ബോഡി ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക. സ്ട്രെയിറ്റ് ആൻഡ് പോസ്ചർ ആയിരിക്കണം, ഐ കോണ്ടാക്റ്റ് ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. പിന്നെ അടുത്ത ഹെഡിങ്ങിൽ നമുക്ക് നോളേജിനെ ഇൻക്രീസ് ചെയ്യുക. ദിവസം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുക. ബുക്സ്, വീഡിയോസ് വഴിയൊക്കെ ലേണിംഗ് ഹാബിറ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അടുത്ത പോസിറ്റീവ് മൈൻഡ് സെറ്റ് ചെയ്യുക. അപ്പം ഫെയിലിയർ വന്നാലും ലേൺ ചെയ്യുക. നല്ല രീതിയിൽ നമ്മൾ അതിനെ പഠിച്ച് മുന്നേറുക. പോസിറ്റീവായിട്ടുള്ള പീപ്പിളിനോടോ അല്ലെങ്കിൽ വ്യക്തികളോട് എപ്പോഴും നമ്മൾ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, ഡെയിലി പ്ലാൻ ഉണ്ടാക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾക്ക് പ്രയോറിറ്റി നൽകുക. പിന്നെ ഗ്രൂമിങ് ആൻഡ് അപ്പിയറൻസ്, ക്ലിയർ ആൻഡ് നീറ്റായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക. സ്മൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ ടിപ്പ് എന്ന് പറയുന്നത് 21 ഡേയ്സ് വഴി നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു നമ്മുടെ സ്വഭാവത്തെ വളർത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ചേഞ്ചുകൾ ഒരുപാട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നതായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ടോപ്പിക്ക് പറയുന്നിടം വരെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ ബൈ.